Hi all, welcome to Once. So in this video, we will let examine C programming in the syllabus and discuss it. We will see the syllabus. So module 1, programming in C is our subject. There are 5 modules. So the first module is computer basics. Computer hardware and software related basic architecture, processor, memory, IO devices. പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണെങ്കിൽ കമ്പൈലേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇൻട്രപ്റ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ലെവൽ ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ്, അതേപോലെ ഒരു പ്രോഗ്രാം എഴുതണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് പ്രൊസീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് അറിയണം, അതേപോലെ അൽഗോറിതംസ് ഒക്കെ എഴുതേണ്ട രീതികൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. അതേപോലെ മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പ്രോഗ്രാം, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഒരു C പ്രോഗ്രാം എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിൻടാക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പോൾ സിൻടാക്സ് ടു ബി ഫോളോഡ്, അതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് എങ്ങനെയാണ്, പിന്നെന്താ അതിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അത് എങ്ങനെ എഴുതുന്നതെന്നുള്ള എക്സ്പ്രഷൻസ്, പിന്നെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, ഇഫ് സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിൻ്റെയൊക്കെ സിൻടാക്സ് എന്തൊക്കെയായിരിക്കണം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് ഇവർ ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് അല്ലേ. സിമ്പിൾ പ്രോഗ്രാംസ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ അതിൽ ഒരു പ്രോഗ്രാം തന്നിട്ട് അതിൻ്റെ സിൻടാക്സ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതേപോലെ പിന്നെന്താണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് വൈൽ, ഡു വൈൽ, ലൂപ്പ്, അതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 പറഞ്ഞിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കുറച്ചും കൂടി ഡെപ്തിലുള്ള കാര്യം, അതായത് അറേസ് ആൻഡ് സ്ട്രിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അറേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്. അപ്പോൾ ഈ അറേസിൻ്റെയൊക്കെ ഇനീഷ്യലൈസേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻസ്, പിന്നെ സ്ട്രിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട് സ്ട്രിങ്സ് റിലേറ്റഡ്, അതായത് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. അപ്പോൾ അത് ഏതൊക്കെയാണ്, സ്റ്റിർ ലെങ്ത്, അതായത് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നത്, കോൺകാക്ടിയേറ്റ് ചെയ്യുന്ന, അതിനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. അപ്പോൾ ആ ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് യൂസേജ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതാണ് മൊഡ്യൂൾ 3 പറയുന്നത്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ പ്രോഗ്രാംസും നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 4 ആണ്. അവിടെ എന്താണ്, വർക്കിംഗ് വിത്ത് ഫങ്ഷൻസ്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് 4th മൊഡ്യൂളിലേക്ക് പോകുന്നത്. ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്. അതിൽ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്, പാസ് ബൈ വാല്യൂ, കോൾ ബൈ വാല്യൂ എന്നൊക്കെ പറയുന്നതും, അതേപോലെ ഒരു ഫംഗ്ഷനിൽ പാരാമീറ്ററായിട്ട് അറേ നമുക്ക് എങ്ങനെ അസൈൻ ചെയ്യാം, പിന്നെ യൂണിയൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മൊഡ്യൂൾ 4 കവർ ചെയ്യുക. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോഴത്തേക്കും പോയിന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യും, പോയിന്റേഴ്സ് ആൻഡ് ഫയൽസ്. അപ്പോൾ പോയിന്റേഴ്സ് നമുക്കറിയാമല്ലേ, ദാറ്റ് പോയിന്റ്സ് ടു എ മെമ്മറി ലൊക്കേഷൻ ദാറ്റ് കണ്ടെയ്ൻ സം കൈൻഡ് ഓഫ് വാല്യൂസ്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെ, ഇപ്പോൾ ഇത്ര നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് പറഞ്ഞു. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് പോയിന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 5 പോയിന്റേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ പോയിന്റേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും. പോയിന്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു C പ്രോഗ്രാം സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി കോറായിട്ട് പോകുന്നതാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റേഴ്സിൻ്റെ ഡിക്ലറേഷൻ, അങ്ങനെയുള്ള ടേംസും, പിന്നെ നൾ പോയിന്റർ എന്താണ്, അറേ നമുക്ക് പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം, പിന്നെ ഉള്ളത് ഫയൽ ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറയുന്നത് എന്താണ്, ഒരു C പ്രോഗ്രാം ആക്ച്വലി നമ്മൾ എങ്ങനെ എഴുതുക, ഒന്നിലും ഒരു പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഒരു ടെർമിനലിലായിരിക്കും എഴുതുന്നത്. പക്ഷേ ഫയൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഒരു C പ്രോഗ്രാമിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫയൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ, വൈ ഡു വി നീഡ് ഫയൽ ഹാൻഡ്ലിംഗ് ഇൻ C പ്രോഗ്രാമിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ മൊഡ്യൂൾ 5 നമ്മൾ ഫയൽ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഫയൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ക്ലോസ് ചെയ്യാൻ, ഓപ്പൺ ചെയ്യാൻ, റീഡ്, റൈറ്റ്, അപ്പൻഡ് എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഫയൽ ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻസും ആയിരിക്കും മൊഡ്യൂൾ 5 കവർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ലെറ്റ് എക്സാമിന് ഫോളോ ചെയ്യേണ്ട സിലബസ്. അപ്പോൾ ഈ സിലബസ് അനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, താങ്ക് യു.